നമുക്കറിയാം റോസ്മേരി എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്കും മുടി പൊഴിയുന്നത് തടയുന്നതിനും നല്ലതാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി ശരിയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ടുള്ള റോസ്മേരി തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇതെന്നാണെന്നറിയാവോ? ഇത് റോസ്മേരിയാണ്. നമുക്കറിയാം റോസ്മേരി വെച്ച് എണ്ണ ഉണ്ടാക്കിയാലും വെള്ളം തിളപ്പിച്ച് നമ്മൾ തലയിൽ വെച്ചാലൊക്കെ മുടി കൊഴിച്ചിലൊക്കെ മാറും എന്നുള്ളത്. ഇത് UK നിന്ന് കൊണ്ടുവന്ന കുറച്ച് റോസ്മേരിയാണ്. ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത്രയും നല്ലത്. ഇപ്പോൾ എനിക്ക് സമയം കിട്ടിയത് വെക്കാനായിട്ട്. ഇതുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് വെക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ ഇത് വളരുമെന്നൊന്ന് നോക്കണ്ടേ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒരു കാരണവശാലും അത് ചീത്തയായി പോകത്തില്ല. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നാൽ മതി. നമുക്ക് നാട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. എന്തായാലും നല്ല സ്മെല്ലാണ്. നമ്മൾ റോസ്മേരി എസൻസ് ഒക്കെ മേടിക്കുകയല്ലേ, ആ ഒരു സ്മെല്ല് തന്നെയാണ് ഇതിൻ്റെ ഇലയിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഉണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയായി. പക്ഷേ എനിക്ക് സമയം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അത് ചീത്തയായി പോകത്തൊന്നുമില്ല. ഉടനെ കുഴിച്ച് വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിപ്പം 3 ആഴ്ചയായിട്ട് ഒരു പ്രശ്നമില്ല. കുറച്ച് ഇലയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്. അതെല്ലാം അങ്ങോട്ട് എടുത്ത് കളഞ്ഞ ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇത് നട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് മണ്ണോടുകൂടിയാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ ഞാനിത് ഓരോന്നായിട്ട് അടർത്തി വെക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അത് അങ്ങോട്ട് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ വെക്കാമെന്ന് വെച്ചു. ഇനിയിപ്പം എല്ലാം അങ്ങോട്ട് പിടിക്കാതെ ശരിക്കും വേരെല്ലാം പോയെങ്കിലോ എന്നോർത്തിട്ടാണ് ഞാൻ അതുപോലെ തന്നെയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സാധാരണ മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ചട്ടിക്കകത്ത് ഞാൻ വെച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മഴയുള്ള സമയത്തും ഭയങ്കര വെയിലുള്ള സമയത്തും എങ്ങോട്ടേലും ഒക്കെ മാറ്റിയും ഒക്കെ വെക്കാമല്ലോ. സാധാരണ മണ്ണി നട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒത്തിരി മഴ വരുമ്പോഴും ഒത്തിരി വെയിൽ വരുമ്പോഴൊക്കെ ഇത് ചീഞ്ഞു പോകും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ ഇത് എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ചട്ടിക്കകത്ത് നട്ടത്. എന്തായാലും ചട്ടിക്കകത്ത് മണ്ണിടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചകിരിച്ചോറിട്ടു. പിന്നെ ഈ ചെടി കൊണ്ടുവന്ന് അതിനകത്ത് കുറച്ച് മണ്ണും ആ ഇല ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷമാണ് ആ തൈ വെച്ച് കൊടുത്തത്. ഈ തൈ അതുപോലെ തന്നെ എടുത്തങ്ങോട്ട് കുറച്ച് മണ്ണ് മാന്തിയ ശേഷം അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. റോസ്മേരി വെക്കാൻ ഇനി പ്രത്യേകിച്ച് വല്ല വളങ്ങളോ പ്രത്യേക രീതിയോ വല്ലതും ഉണ്ടെങ്കിൽ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് അറിയത്തില്ല. ഞാനൊരു സാധാരണ ഒരു ചെടി വെക്കുന്ന പോലെ തന്നെയാണ് ഈ ചെടി ഇവിടെ നട്ട് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം തളിച്ച് കൊടുക്കുക. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വേര് പിടിച്ച് കിട്ടുന്നോടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധ കൊടുത്താൽ മതിയാവും. ഇതിങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ്, കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ. ഇല പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഈ റോസ്മേരി ഒന്ന് വെച്ച് പിടിപ്പിക്കുക. ഈ റോസ്മേരിയുടെ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ കടകളിൽ മേടിക്കാൻ കിട്ടുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സാധനം ആയിരിക്കാൻ വഴിയില്ല. ശരിക്കും റോസ്മേരി ആണെങ്കിൽ അതിൻ്റെ കളറിന് തന്നെ മാറ്റമുണ്ട് കേട്ടോ, വെള്ളം തിളപ്പിക്കുമ്പോഴും. ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് ഉണങ്ങിയ റോസ്മേരിയുടെ ഇല ഉണ്ടായിരുന്നു. അതിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ മേടിക്കുമ്പോഴുള്ള റോസ്മേരി വാട്ടറിൻ്റെ നിറവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഉള്ള നിറവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് അത് തണുത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞ് മേടിക്കുന്നത് കളർ ഇതല്ല കേട്ടോ. അപ്പോൾ ശരിക്കും റോസ്മേരി നമ്മൾ തിളപ്പിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു നിറമായിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ കുപ്പികളിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും കുറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ഈ ഒരു രീതി പരീക്ഷിച്ചുകൂടെ?